മുണ്ടേരി ചിറക്ക് സമീപം മോഷണം. പണ്ടാരവളപ്പിൽ ആയിഷയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. പുലർച്ചെയോടെയായിരുന്നു സംഭവം. പരിസരവാസികളെ വിളിച്ചു വരുത്തി മോഷ്ടാവിനെ പിന്തുടർന്നുവെങ്കിലും തൊട്ടടുത്ത പുഴയിൽ ചാടി മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. ഫയർ സർവീസ് എത്തി പരിശോധന നടത്തിയെങ്കിലും ആളെ പിടികൂടാനായില്ല. മുണ്ടേരി ചിറക്ക് സമീപം പണ്ടാരവളപ്പിൽ ആയിഷയുടെ വീട്ടിൽ പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. ഉറക്കം തെളിഞ്ഞ ആയിഷയുടെ ഭർത്താവ് സുലൈമാൻ സമയം നോക്കുന്നതിനായി മൊബൈൽ ഫോൺ നോക്കിയപ്പോൾ കാണാത്തതിനെ തുടർന്ന് തൊട്ടടുത്ത് കിടന്ന ഭാര്യയുടെ റൂമിലേക്ക് പോകുന്ന സമയത്താണ് മോഷ്ടാവ് പതിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതെന്നും മോഷ്ടാവിനെ പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ വീടിനകത്തുള്ള ഉലക്ക കൊണ്ട് വാതിൽ തകർത്ത് മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നുവെന്നും ഗുഡ്സ് ഓട്ടോ തൊഴിലാളിയായ സുലൈമാൻ പറഞ്ഞു. ഇന്നലെ രാത്രി മൊബൈൽ നോക്കാൻ ടൈം നോക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ കാണായിട്ട് അപ്പുറത്തെ റൂമിൽ പോയി നോക്കുമ്പോൾ ഒരു കള്ളൻ. അതിനുശേഷം അവനെ പിടിച്ച് റൂമിലിട്ട് പൂട്ടിയതിനു ശേഷം ഒലക്ക പൊട്ടിച്ചിട്ട് കളിക്കുന്നു. പൂട്ടിയിട്ട് ഞാൻ കൊറേ പൂട്ടി പറഞ്ഞ ആരും വന്നിട്ട് ഭയ്യ ഓന് ആയുധം എടുത്തിട്ട് ഡോറ് കുത്തിപ്പൊളിച്ചിട്ട് പുറത്തിറങ്ങിപ്പോയി. ഞാൻ അവനെ പിടിച്ചാൻ്റെ കൈക്ക് പരിക്കേറ്റ് പിടിച്ചു വെച്ച പരിക്കേറ്റ് ഒറ്റ ഓട്ടം ഓടി ഘടകം ഗൈറ്റ് മറിഞ്ഞ് തുള്ളിക്കഴിഞ്ഞിട്ടാണ് ഓന് പോയത്. തുടർന്ന് സുലൈമാൻ ഒച്ചവെച്ച് പരിസരവാസികളെ വിളിച്ചു വരുത്തി മോഷ്ടാവിനെ പിന്തുടർന്നുവെങ്കിലും തൊട്ടടുത്ത പുഴയിൽ ചാടി ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് രാത്രി 2:30 മണിയോടെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പുഴയിൽ തിരഞ്ഞുവെങ്കിലും കണ്ടെത്താനായില്ല. മോഷ്ടാവ് സുലൈമാന്റെ ഫോൺ കവരുകയും വീടിന്റെ അടുക്കളവാതിൽ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് രാത്രി തന്നെ ചക്കരക്കൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മുണ്ടേരി മൊട്ടയിൽ സംശയാസ്പദമായ രീതിയിൽ ഒരു അന്യസംസ്ഥാനക്കാരനെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഒരാളെ പോലീസ് പിടികൂടിയതായാണ് സംശയിക്കുന്നത്.